ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഓവനും ബീറ്ററും യൂസ് ചെയ്യാതെ വീട്ടിലുള്ള മിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ ഇല്ല, കേക്ക് ടീൻ ഇല്ല, നമ്മൾ ചായപാത്രത്തിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അത് ഡാർക്ക് ആണെന്നുണ്ടെങ്കിലും ഡാർക്ക് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കൊക്കോ പൗഡറും യൂസ് ചെയ്യാം. ഡാർക്ക് കളർ കൊക്കോ പൗഡർ എടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ കേക്കിൻ്റെ ആ ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടും, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ കളറായിട്ട് കിട്ടും. ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് കളർ കിട്ടില്ല, പക്ഷേ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടാകും, ആ ഒരു കളർ ഉണ്ടാകും. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് മൈദ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കറക്റ്റ് 1 കപ്പ് ആക്കി നമുക്ക് എടുക്കാം. അങ്ങനെ 1 കപ്പ് ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ പൊടി നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. അരിച്ച് വെച്ചതിന് ശേഷം ഒരു വിസ്കോ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ അതിലൊട്ടും നനവ് ഉണ്ടാവാനായിട്ട് പാടില്ല. നനവുള്ള മിക്സിയുടെ ജാർ എടുത്താൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വരില്ല. അതിലേക്ക് നമുക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അത് മുഴുവനായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് ചൂടാകാതെ നോക്കണം. ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശരിയായി വരില്ല. അപ്പം മിക്സി നന്നായിട്ട് ചൂടാവുകയാണെങ്കിൽ നിർത്തിയിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മുട്ടേൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിരിക്കണം. ചെറിയ തരികളായിട്ട് പഞ്ചസാര എടുക്കുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കേക്ക് ശരിയായിട്ട് വരില്ല. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞു വരുന്നത് വരെ നിങ്ങൾ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒട്ടും തന്നെ പാൽ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ബാറ്റർ ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് വേണം ആ ഒരു കൺസിസ്റ്റൻസി പാകമാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് എന്ന്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടിയത്. ഇങ്ങനെ റിബൺ പോലെ ഇങ്ങനെ താഴേക്ക് വീഴണം. അതായത് ഇപ്പം നമ്മളിങ്ങനെ പൊക്കിയിട്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ബ്രേക്കായി പോകരുത്. അതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരിവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പക്കാരം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനീഗർ, അതായത് സുർക്കയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഉള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ചേർക്കുക. അല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ അപ്പക്കാരം യൂസ് ചെയ്തിട്ട് ഇതേപോലെ വിനീഗറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലുള്ളൊരു സോസ് പാനാണ്, ചായയൊക്കെ ഉണ്ടാക്കുന്ന സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലും താഴെയായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ കേക്ക് ടിന്നിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലുള്ളൊരു പഴയ പാത്രം താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ചായപാത്രം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം 30 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കൂടി വന്നാൽ ഒരു 40 മിനിറ്റ് അത്രയേ ആകുള്ളൂ. എനിക്കിപ്പോൾ 30 മിനിറ്റാണ് ഇത് ബേക്ക് ആവാനെടുത്ത ടൈം. അപ്പോൾ അത് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 160 ഗ്രാം അളവിൽ ഞാൻ ചോക്ലേറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചൂടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഇത്രയും എമൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും ചെയ്തെടുക്കാം, ഡബിൾ ബോയിലിങ്ങും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചോക്ലേറ്റ് 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം അങ്ങനെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഞാൻ ഫിയോണ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 കപ്പ് അളവിൻ്റെ അടുത്ത് ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതും മിക്സി യൂസ് ചെയ്തിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്ന വീഡിയോയും പിന്നെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് എങ്ങനെ പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്നും ചെയ്തെടുക്കേണ്ട, സാധാ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നിങ്ങളിത് വിപ്പ് ചെയ്തെടുത്താലും മതി. അതാണ് ഒന്നും കൂടെ എളുപ്പം, പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ബീറ്ററും അതുപോലെ തന്നെ ഓവനും ഒന്നുമില്ലാതെ സാധാ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് റെസിപ്പി ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബീറ്റർ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. സാധാ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുന്നത് പോലെ ഈ ഒരു കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് നമ്മൾ നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത്തിരി തിക്കായിട്ട് കിട്ടും ക്രീം. ആ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഇല്ലേ, അതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഈ ഒരു ടിപ്പ് എന്തായാലും ഫോളോ ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മൾ വിസ്ക് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും നമുക്കിത് സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൈയൊക്കെ വേദന എടുക്കും ഇങ്ങനെ വിസ്കൊക്കെ വെച്ചിട്ട് കുറേ നേരം ബീറ്റ് ചെയ്തെടുക്കുമ്പം. അപ്പോൾ ഈ ഒരു ഫ്രോസ്റ്റിംഗ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ചോക്ലേറ്റ് ഗനാഷ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റേജ് എത്തിയാൽ കണ്ടില്ലേ, ഇത് സ്റ്റിഫ് പീക്സ് ആയിട്ട് നിൽക്കുന്നില്ലല്ലോ, നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും. കാരണം ചോക്ലേറ്റ് ഒക്കെ സെറ്റ് ആകുന്നതിൻ്റെ പേരിലാണ് നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഇത്രയും മതി. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം ഇതൊട്ടും തന്നെ സ്റ്റിഫായിട്ടല്ല നിൽക്കുന്നത്. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകുന്നു. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാകും. അപ്പോഴൊക്കെ ഇത് നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒരു 35-40 മിനിറ്റ് വരെ വരാം, അതിൽ കൂടുതലാവില്ല. അപ്പോൾ നമുക്ക് സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. കണ്ടില്ലേ, ഇത് ക്ലീൻ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്കിതിന് ചൂട് മാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും നമ്മുടെ കേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചൂട് മാറിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല, അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇനി നമുക്കിത് ലെയറാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കേക്കെല്ലാം ഇവിടെ ലെയറാക്കി മാറ്റിയതിന് ശേഷം ഇതേ നമ്മുടെ ക്രീം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എത്ര സ്റ്റിഫായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ചോക്ലേറ്റ് ക്രീം ചെയ്തെടുക്കുമ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ വളരെ ഈസിയാണ് നമുക്കത് ചെയ്തെടുക്കാനായിട്ട്. ബീറ്ററിൻ്റെ യാതൊരു ആവശ്യമില്ല ചോക്ലേറ്റ് ക്രീം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സാധാ ഫ്രോസ്റ്റിംഗ് പോലെ തന്നെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ പാലാണ്. 1 കപ്പ് അളവ് പാലിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത
ചെയ്തെടുത്ത ചോക്ലേറ്റ് ഗനാഷ് ഇല്ലേ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇതാണ് ഷുഗർ സിറപ്പിൻ്റെ മെഷർമെൻറ്റ്. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. നന്നായിട്ട് തന്നെ നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ലെയർ കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുഴുവനായിട്ട് നമുക്ക് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ക്രീം ഇവിടെ മുഴുവനായിട്ടും കേക്കിൽ ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ നോക്കാം. അപ്പം അധികം പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിതിൻ്റെ ചുറ്റിലും നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ ചുറ്റിലും അങ്ങ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡെക്കറേഷനായിട്ട് കുറച്ച് ചെറീസും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന കുറച്ച് ക്രീം വെച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ഫ്ലവറും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാ ലെയറും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഓവൻ ഇല്ലാതെ ചായപാത്രത്തിൽ ചെയ്തെടുത്തതെന്ന് പറയേയില്ല. പിന്നെ മാത്രമല്ല ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതിൻ്റെ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മുടെ ഈ ഒരു കേക്കിന്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ വീട്ടിൽ ബേക്കിംഗ് ടൂൾസ് ഇല്ലാത്തവർക്കും ഓവൻ ഇല്ലാത്തവർക്കും പിന്നെ അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലാത്തവർക്ക്, കേക്ക് ടിൻ ഇല്ലാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ വിനീഗർ അതൊക്കെ ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. ഇപ്പം അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീട്ടിൽ അപ്പക്കാരെന്തായാലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി നോക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്